ഇന്നലെ വൈകിട്ട് ദാ തുമ്പിക്കുട്ടി ഉറങ്ങി എഴുന്നേറ്റതും മാങ്ങ വേണം പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ മിഞ്ഞാന്ന് മാങ്ങ മേടിച്ചതിൻ്റെ ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ, അത് അരിഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ ആ ഗ്യാപ്പിൽ കുറച്ച് പുട്ട് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ, ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ പുട്ടും പിന്നെ തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. പുട്ട് ഞാൻ ഒന്നുകൂടി ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്തപ്പോൾ തുമ്പിക്കും വേണമെന്നായിട്ട്, അല്ലെങ്കിൽ അവൾക്ക് വേണ്ട. അപ്പം ഞാൻ അവൾക്ക് മാത്രം വേറൊരു പ്ലേറ്റിലാക്കി കൊടുത്തു. ഞാനും തുമ്പിക്കുട്ടിയും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളുടെ അച്ഛ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിലേട്ടൻ വരുമ്പോൾ എന്തെങ്കിലും കയ്യിൽ ഞങ്ങൾക്ക് തിന്നാൻ ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ദോശമാവും പാൽ പാക്കറ്റും പിന്നെ ഇതാ വാഴക്ക ബജ്ജി, പഴംപൊരി, മുട്ട ബജ്ജി ഒക്കെ ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ ഒരു പഴംപൊരി എടുത്ത് കഴിച്ചിട്ടോ. സാധാരണ പഴംപൊരി ഞാൻ അധികം കഴിക്കാറില്ല, സമൂസയാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ അതില്ല, അപ്പോൾ ഞാൻ വേഗം പഴംപൊരി എടുത്ത് കഴിച്ചിട്ടോ. പിന്നെ തുമ്പിക്കുട്ടി എന്താ മുട്ട ബജ്ജിയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേന് പാൽ ചായ വെക്കാൻ വേണ്ടി പാലൊക്കെ തിളപ്പിച്ചിട്ടോ. അതിലേട്ട് മാത്രമേ ചായ വെച്ച് കൊടുത്തോളൂ. ഞാനിപ്പോൾ ചായ കുറേ കമ്മിയൊക്കെ ഡ്രൈ ആണ്. പിന്നെ അതിന് ശേഷം അതിലേൻ്റെ കുടുക്ക പൊട്ടിക്കായിരുന്നു കേട്ടോ. അതിലേട്ട് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, കുടുക്കയിൽ കയ്യിലുള്ള 10ഉം 20ഉം 100ഉം പറഞ്ഞിട്ട് ഉള്ള പൈസ കുടുക്കയിലിട്ട് വിൽക്കും. അതിങ്ങനെ ഓണോ വിഷുവോ അല്ലെങ്കിൽ ആരെങ്കിലും പിറന്നാളോ അങ്ങനെയൊക്കെ വരുമ്പോൾ എടുക്കും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ